இஞ்சி தட்டிட்டு இருக்கமா டெய்லி இப்படிதான் டீ போடுங்களா பாஸ்? ஷெல்ஃப்ல இருந்து ஏலக்காவை நசுக்கி போடுங்க. அவன் ஏற்கனவே எல்லாரும் நசீகமா போடுறான். വെൽക്കം ബാക്ക് ടു എൻജി ആൻഡ് ജെകെ. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് പുരുഷൻ എന്നാണ് മൂവിയുടെ പേര്. ഇതിന്റെ എന്താ പറയുക ടൈറ്റിൽ പ്രൊമോട്ട് വന്നിരിക്കുന്ന സുന്ദർ സിയുടെ മൂവിയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴില്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വിശാൽ ആൻഡ് തമന്ന ഭാട്ടിയ, യോഗി ബാബു, പിന്നെ മ്യൂസിക് വന്നിരിക്കുന്നത് ഹിപ്പ് ഹോപ്പ് തമിഴാണ്. അപ്പോൾ ഏകദേശം എന്താ പറയാ പേര് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്, പുരുഷൻ. ലൈക്ക് ആൻഡ് വിശാലിനെ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് ആന്റണി കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? മാർക്ക് ആന്റണി കഴിഞ്ഞിട്ട് പടം വന്നിട്ടുണ്ടോ? പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ മാർക്ക് ആന്റണി മൂവി തന്നെയാണ്. അത് ഭയങ്കര രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എന്റെ മനസ്സിലായതിനു ശേഷം വന്നോ ഇല്ലയോ എന്ന് അറിയില്ല. വന്നെങ്കിലും അത്ര എനിക്ക് നമ്മൾക്ക് ആസ് എ ലൈക്ക് എല്ലാ ഓഡിയൻസിനും ചിലപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്ന സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു വിശാൽ മൂവി എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ കൂടുതലും ആക്ഷൻ ഹീറോ ആണ് ആള്. ആക്ഷൻ പടങ്ങൾ ഭയങ്കരമായിട്ട്, അതും കമേഴ്ഷ്യലി തിയേറ്ററിന് ഇളക്കുന്ന ടൈപ്പ് പടങ്ങൾ ആളെടുക്കും അല്ലെ. അങ്ങനത്തെ പടങ്ങളെ കൂടുതൽ വരികയും ചെയ്യാം. അപ്പോൾ അതിനകത്ത് കഥയോ സംഭവത്തിനായിരിക്കും ചിലപ്പോൾ എല്ലാ സിനിമയുടെയും സെയിം പാറ്റേൺ ആയിരിക്കും. പക്ഷെ ആ അടി സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിനൊരു ഭയങ്കര രസമാണ്. നല്ല പാട്ടുകളുണ്ടാവും, നല്ല കോമ്പിനേഷൻ, നല്ല കെമിസ്ട്രി ആയിരിക്കും. ആക്ടേഴ്സ് ആയിട്ട് നല്ല അല്ലേ, എപ്പോഴും ഹീറോയിൻസ് ആയിട്ട് നല്ല കെമിസ്ട്രി. നമ്മൾ കുറെ പാട്ടുകളൊക്കെ ഇപ്പം അടുത്തൊരു പാട്ട് ട്രെൻഡായില്ലേ, വിശാലിന്റെ പാട്ടൊന്നുമില്ലേ ട്രെൻഡായത് അല്ലേ, അതൊക്കെ. അപ്പൊ അത്രയും ആ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഈവൻ നമ്മളെ മറ്റേ മുക്തയുടെ കൂടെ അഭിനയിച്ചേക്കണതും അല്ലെ വിശാൽ തന്നെയായിരുന്നു അല്ലെ മറ്റേ പാട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതായത് കമേഴ്ഷ്യൽ ഡയറക്ടറാണ് സുന്ദർ സി. ഹിപ്പ് ഹോപ്പ് തമിഴ് മ്യൂസിക്കും കൂടി വരുമ്പോ എല്ലാം കമേഴ്ഷ്യൽ മോഡാണ്. യോഗി ബാബുവും പടത്തിലുണ്ട്, തമന്നയുണ്ട്. മൊത്തത്തിലൊരു ഏകദേശം 5 മിനിറ്റത്തോളം ഉണ്ട് ഈ ഒരു ടൈറ്റിൽ പ്രമോ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു കമന്റ് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ശരി വന്നായിരുന്നു. അതായത് മറ്റേത് പറഞ്ഞത്, അതായത് ആൾക്കാർ ഇപ്പൊ അമ്മ പറയുന്നത് മോളെ നീ എങ്ങോട്ടാ പോണെന്ന് നോക്കുമ്പോ ഞാൻ പുരുഷനെ പക്ക പോറേ. അതായത് ഈ പടം കാണാൻ പോകുന്ന സമയത്ത് തിയേറ്ററിലെ അല്ലെ പുരുഷനെ പക്ക പോറേ പേര് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതായത് നമ്മളിപ്പോ യൂഷ്വലി പേര് കേൾക്കുന്ന പോലെ ഭയങ്കര റോ ഫീൽ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അതിനകത്ത് കണ്ടറിയാം. പിന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വിശാൽ നമുക്കറിയാം ആളുടെ ചിലപ്പോ എന്താ പറയാ അങ്ങനെ ഇതായിരിക്കും. ആൾക്ക് കുറച്ച് എന്തൊക്കെയോ ഓൾറെഡി എന്തൊക്കെയോ കോൺട്രവേഴ്സി ഒക്കെ ഇല്ലേ, ഇതിന്റെ സമയത്ത് മാർക്ക് ആന്റണി സമയത്ത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്തായാലും കാണാം. റെഡി? சீரியலா? இங்க பாருங்க, புருஷனா இருக்கிறது முக்கியம் இல்ல. மறைக்காதீங்க, முக்கியமான டயலாக். புருஷனா இருக்கிறது தான் முக்கியம். புரியுதாங்க? தொடரும். சார் நீங்களா? மழை வர மாதிரி இருக்கு. அதான் உங்க துணி நெஞ்சில் விடாது என் கையால. பாருங்க எவ்வளவு பெரிய ஹீரோ, மழை வர மாதிரி இருக்குதுன்னு நம்ம துணியை எடுத்துட்டு வராரு. நீங்களும் இருக்கீங்களே. இப்போதான் நம்ம சீரியல் பார்த்தேன். செம்ம எமோஷனல் டயலாக் சார். ஒரே ஒரு தடவை அதை நேர்ல சொல்லி காட்டுங்க ப்ளீஸ் ப்ளீஸ் ப்ளீஸ். எனக்காக புருஷனா இருக்கிறது முக்கியம் இல்ல, புருஷனா இருக்கிறது தான் முக்கியம். பாஸ் நான் ஒன்னும் சொல்லிக்கல பாஸ், டைரக்டா சொல்லிக்கிறேன். ஆனா அது அவருக்கு 100% பொருந்தும். ஏன்னா சும்மா நிக்காம நம்ம ஹீரோ சாருக்கு கொஞ்சம் டீ அது கொண்டு வாங்க. அப்படி நான் டீச்சர் ஆட் பண்ணிட்டேன். ஐயோ சேனலே மாறிடுச்சு. சவுண்ட் ரொமான்டிக் சாங்ஸ்னா ரொம்ப பிடிக்கும். பாகோல செஞ்ச பணியார் மாதிரியே இருக்காரு. ആ സീന് ചേഞ്ച് ചെയ്താണ്. നമ്മളെ ചില സിനിമകളിലൊക്കെ ഉണ്ടാവില്ലേ സൗണ്ട് അതിനാ കൂട്ടിയത്. ഫൈറ്റ് കേൾക്കാണ്ടിരിക്കാനാണോ ഇനി? ആളെന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. വാവ് എലമെന്റ്. எப்படி போர்டன் போட்டு பாருங்க. ഓ ഇപ്പൊ തമിഴ് സ്കോറിനെ അതന്നെ സൈലന്റ് ഫൈറ്റ്. உங்களை யாரோ நினைக்கிறாங்க. நீங்க நினைத்தா ரத்த வர வரைக்கும் இனி ஃபுல்லா விக்கினே
இல்ல தண்ணி விஷயம் சொன்னாங்க. இருங்க நான் கொண்டு வரேன். அது இருங்க, ஒண்ணுக்குள்ள ஒன்னாயிட்டோம். இது நம்ம வீடு, நானே குடிச்சிட்டோம். അമ്പോ അവിടെ മറ്റേ അതിനാണ് ആ പാട്ട് സൗണ്ട് കൂട്ടിയേക്കണേ. കണ്ട കണ്ട് 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 പുരുഷനാ ഇരിക്കുന്നത് മുഖ്യം ഡയലോഗ് கூட இஞ்சி தட்டிட்டு இருக்கமா? டெய்லி இப்படிதான் டீ குடிக்கலாம் பாஸ். ஷெல்ஃப்ல இருந்து ஏலக்காவை நசுக்கி போடுங்க. அவன் ஏற்கனவே எல்லாரும் நசீகமா போடுறான். പ്രൊമോ ഏകദേശം അല്ലേ? கடாய்களை போட வேண்டிய கேரக்டர் காதுக்குள்ள போட்டுனது. ഫുൾ ഷോക്ക്. ஐயோ இந்த சமத்து கூட இல்ல. இதையும் நானே பண்ணணுமா? சார் என்ன பண்றீங்க? பேசிட்டு இருக்கோமா? விக்கல் என்னச்சா? ஹார்ட்பீட்டே இருந்துச்சு. நின்னுடுச்சா? நீ போங்க. எது சொன்னாலும் நம்புறேன். சாருக்கு சக்கரை அளவா போடுங்க. ரொம்ப வேணாம். அரை ஸ்பூன். வேணாம். கால் போடுங்க. കാൽ പോടുங்க. காலையிலே போடுறேன். അയ്യോ മിക്സ് അല്ലേ, കമേഴ്ഷ്യൽ. ഫുള്ള് മറ്റേത്. சாரி குரு சார், டீ எல்லாம் கொட்டிடுச்சு. ஃப்ரெஷ்ஷா போட்டு வரேன். எக்ஸ்கியூஸ் மீ. புருஷனா இருக்கு முக்கியம் இல்லை, புருஷன் பொறுமையா இருக்கு முக்கியம். கரெக்ட். நீங்க ஏன் சார் கிச்சன் பக்கம் போனீங்க? பாருங்க தக்காளி சார் தெரிச்சிருக்கு. தக்காளி சார் அவன் மாசா இருக்கிறான், இது லூஸா இருக்குது. ஆனா நல்ல பீஸா இருக்குது. இன்னும் கிச்சன்ல என்ன பண்றீங்க? എടുത്തറിയുന്നുണ്ട് പുറത്തോട്ട്. க்ளீன் பண்ணிட்டு இருக்கமா? അവരുള്ള സാധനം எப்படி இருக்கு? வா ரொம்ப சூப்பர். டேய், டிவி சார் எப்படி இருக்குன்னு கேட்டா டீசர் சூப்பர். സുന്ദർ. டைட்டில் வந்து சாஃப்டா சாஃப்டா. புருஷன் 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 சாஃப்ட். அது புருஷனடா புருஷன் புருஷன். அந்த இது சூப்பர்னு இதுதான் முதல்ல சொன்னேன். ஆனா இந்த மாடலேஷன்ல சொல்லியது டைட்டில் ஓகே. Hip hop. பாட்டு போடுற வழி டேய், அடுத்த வாரம் ஷூட்டிங் ஸ்டார்ட் வரும். இந்த படத்துல ஒரு கட்டணம் பண்ணுது. അപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ. இதே பாட்டு 8 படம் 43 தரம் வேற மாதிரி பண்றோம். ஒரு 10 பாட்டு போடலாம். 10 വരെ ഇപ്പൊ കൊറേ ടൈമാണ്. ഡാർക്ക് സാധനം. എന്ത് അതായത് മിക്സ് അല്ലേ, എല്ലാം ഉണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കൂടെയാണ് ആ സാധനം കാണിക്കുന്നത്. നമ്മൾ പറയില്ലേ ചില പടത്തിനകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് അതിന് ഭയങ്കരമായിട്ട് ഒരു ഡാർക്കിഫൈഡ് ഫീൽ അടിക്കുന്നത്. അപ്പൊ അത് ഡാർക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ രീതിയിലാണ് ഇടുന്നത്. ഇവിടെ അനിരുദ്ധാരെന്തെങ്കിലും ആലോചിച്ചൊക്കെ പേടിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ അല്ല, എന്നാലും അത് എനിക്ക് തോന്നിയേക്കണെന്ന് വെച്ചാല് ഇവിടെ ആ ഒരു ഹിപ്ഹോപ്പ് തമിഴ് എടുത്ത് തന്നെ, ഹിപ്ഹോപ്പ് തമിഴ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര എന്റർടൈനിങ് സോങ്സ് ആണ് ആളുടെ. അവിടെ ഇട്ടതും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പാട്ട് തന്നെ തോന്നുന്നു. ആ ഒരു മറ്റേ മ്യൂസിക്കൊക്കെ അങ്ങനത്തെ മ്യൂസിക്കാണ്. അപ്പൊ അതിട്ടിട്ട് ആ ഒരു ഫൈറ്റ് കാണിക്കുമ്പോൾ ഏകദേശം ഒരു സൈലന്റ് ഫൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്കും ആ ഒരു ഓവർ ഡാർക്കിഫൈഡ് അടിക്കില്ല. പിന്നെ അതൊന്നും ഡാർക്കായിട്ട് റോ കാണിക്കുന്നുമില്ല, എല്ലാം കൂടെ കട്ട് ചെയ്യുന്നുണ്ട് ആ സ്ഥലത്ത്. ഫുൾ അങ്ങനെ കാണിക്കുന്നില്ലല്ലോ ആളുടെ സംഭവം. അത് ആഫ്റ്റർ എഫക്ട് പോലെയാണ് എല്ലാം കാണിക്കുന്നത്, മറ്റേ രീതിയിൽ കാണിക്കുന്നില്ല. അപ്പൊ നല്ല രസത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ. അതായത് പക്ഷെ ഭയങ്കര ലോങ് ആയിട്ടല്ല. യൂഷ്വലി എന്ന് പറയുന്നത് ടൈറ്റിൽ പ്രമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റിനുള്ളിൽ താഴേട്ടൊക്കെ വരുള്ളൂ. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻ ഏകദേശം കാണിച്ചു തന്നാണ് ഇതായിരിക്കും പടം വരാൻ പോകുന്നത്. പിന്നെ കുറെ സ്ഥലത്തൊക്കെ നമ്മുടെ നെൽസന്റെ പടത്തിലൊക്കെ ഒരു പ്രൊമോ ഉണ്ടാവില്ലേ, അതുപോലെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം സുന്ദർ സി എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഡയറക്ടറാണ്. ഇപ്പോഴും കുറെ സിനിമകൾ, ഈവൻ അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസി മൂവീസ് തന്നെ ഉണ്ട്. അരൺമന പടം, അതിന്റെ എത്ര സീരീസ് ഇറങ്ങിയിട്ടും എല്ലാ സീരീസും ക്രിട്ടിക്കലി ഇപ്പൊ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആളുടെ സിനിമയിൽ അങ്ങനെ ഭയങ്കര ലോജിക് ബേസ്ഡ് ഒന്നും ആയിരിക്കില്ല സിനിമ ഉണ്ടാവുക. പക്ഷെ
കമേഴ്ഷ്യലി എപ്പോഴും ഹിറ്റ് ആവാറുണ്ട്. അതുകൊണ്ടാണ് അത്രയും സീരീസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടമടക്കം അതിലും തമന്നെയായിരുന്നല്ലോ. ആ പടവും തിയേറ്ററിൽ ഹിറ്റായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ആ സിനിമ. നമ്മളും വലിയ കണ്ടിട്ടൊന്നുമില്ല ഒന്നും. പക്ഷെ എന്നാലും ആ എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് ചേർത്ത് സിനിമ എടുക്കാൻ അറിയാം. അപ്പൊ പുതിയ കാലത്തെ അപ്ഡേഷനും കൂടി ആയിരിക്കണം ചിലപ്പം ഈ ഒരു ടൈറ്റിൽ അങ്ങനെ കാണിച്ചത്. അല്ല, ഒരു നെൽസൺ സ്റ്റൈലിലുള്ള ഒരു സംഭവം. കാരണം അടിയും സംഭവങ്ങളൊക്കെ കാണിച്ചു, ചെറിയൊരു കോമഡി ഡാർക്ക് ഹ്യൂമർ എന്നുള്ളൊരു സാധനവും വന്നു. അതാണ് യോഗി ബാബുവിനെ കൊണ്ടുവരും ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എൻഡിൽ അവര് കണ്ടിട്ട് ഹിപ്ഹോപ്പ് തമിഴനെയാണ് കൊണ്ടുവന്ന് ആ ഒരു സാധനം കൂടി കാണിച്ചല്ലോ. എനിക്കൊന്ന് ആ ഹിപ്ഹോപ്പ് തമിഴയുടെ ആദി എന്ന് പറയുന്ന ആക്ടറും ആക്ച്വലി ഈ സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ട്. നമ്മൾ ഏതൊരു പാട്ട് അദ്ദേഹത്തിന്റെ തന്നെ മൂവി ഉണ്ട് ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ആൾക്ക് അഭിനയിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, അത് നന്നായിട്ട് കാണിക്കും ചെയ്തു. പിന്നെ ഏകദേശം ഇവരൊക്കെ തന്നെയായിരിക്കും ഈ പടത്തിനകത്ത് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ഏകദേശം നമ്മൾക്ക് വിശാലിന്റെ ആ ഒരു ക്യാരക്ടർ മനസ്സിലായില്ല എങ്ങനെയായിരിക്കും എന്നുള്ള. ഇവൻ തമന്നയുടെയും ക്യാരക്ടർ നമുക്ക് ഏകദേശം മനസ്സിലായി. പുരുഷൻ അപ്പോ എനിക്ക് തോന്നുന്നു ഒരു കോമഡി പ്ലസ് കുറച്ചൊരു ഡാർക്ക് അങ്ങനെ എല്ലാം കൂടി ആയിരിക്കും വരാൻ പോകുന്ന പടം. അപ്പൊ എന്തായാലും ഇതിനകത്തെ മോർ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് കാണാം. അപ്പൊ അത്യാവശ്യം നല്ല ആ ഒരു പ്രൊമോ തന്നെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ വരുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടി നമുക്കൊരു അപ്ഡേറ്റ് ഉണ്ടാവാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.